നിൻ്റെ ഹൃദയം നല്ലതാണ്. യുവർ ഹാർട്ട് ഈസ് ഗുഡ്. മൈ ഹാർട്ട് ഈസ് ഗുഡ്. നമ്മുടെ ഹൃദയം കപടത നിറഞ്ഞ അന്ന് ജെറമ്മയായി പറയുന്നുണ്ട് 17:9. പക്ഷേ ഇവിടെ വേദപുസ്തകത്തിൽ നമ്മൾ നിൻ്റെ ഹൃദയം ശുദ്ധമുള്ളതാണ്, നിൻ്റെ ഹൃദയം നല്ലതാണ് എന്ന് ഇവിടെ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ക്രിസ്തുവിൽ നമ്മൾ പുതിയ ഹൃദയമുള്ളവരാകുമ്പോൾ, ഈ ദിവസങ്ങളിലെല്ലാം ഹൃദയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. നമ്മുടെ ഔട്ട്വേർഡ് ആക്ഷൻസ് നമ്മൾ വിചാരിക്കും ദൈവം അത് വലുതായിട്ട് കാണുന്നു. പക്ഷേ ദൈവം ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനാണ്. അവൻ തൂക്കി നോക്കും. നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എങ്കിൽ കർത്താവിന് നമ്മളെ എങ്ങനെ വേണേലും ഉപയോഗിക്കാം. പക്ഷെ ഹൃദയം ശുദ്ധമല്ല എങ്കിൽ കർത്താവ് നമ്മുടെ നന്മപ്രവൃത്തികൾ പോലും ജീർണവസ്ത്രമായിട്ട്, യെശയ്യാ 64 പറയുന്നുണ്ട്, നിങ്ങളുടെ നന്മപ്രവൃത്തികളെല്ലാം ജീർണവസ്ത്രം പോലെ. അതായത് നമ്മൾ ഈ തറ തുടയ്ക്കുന്ന തുണിയില്ലേ, കാറിൻ്റെയൊക്കെ അടിവശം, അതുപോലെയാണ്. വലിയ നന്മപ്രവൃത്തിയാണ്. പേപ്പറിലൊക്കെ നമ്മുടെ പേര് വരും, മാഗസിൻ്റെ മുകളിൽ നമ്മുടെ പേര് കാണും. പക്ഷേ കർത്താവ് പറയുന്നു നിൻ്റെ നന്മപ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണെന്ന്. പക്ഷെ ദൈവത്തിലായവൻ്റെ ഹൃദയം ശുദ്ധമാണ് എങ്കിൽ ദൈവം അത് മാനിക്കും, അവൻ അതിൻ്റെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. ഉത്തമഗീതത്തിനകത്തൊരു വാക്യം 4:9, എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. കണ്ട, ഹൃദയത്തോടാണ്, മുഖത്തോടല്ലേ പറയുന്നത്. നീ എൻ്റെ ഹൃദയത്തെ, അങ്ങനെ എൻ്റെ സഹോദരി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ കാന്തയും സഹോദരി ഏകദേശം ഒരേപോലെയാണ്. കാരണം സഹോദരി കാന്ത എന്നല്ല, കാന്തയായവൾ സഹോദരിയുടെ പോലെ സ്നേഹത്തിലേക്ക് കയറി വരികയാണ്. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത എന്ന് വിളിച്ച അതുപോലെയുള്ള അടുപ്പമാണ്. ആദ്യം വിശുദ്ധ സ്നേഹത്തിലാണ് ആദ്യം കയറി വരുന്നത്. ആ സ്നേഹത്തിൽ പറയുന്നത് എന്തുവാണ്? ആ സഹോദരിയോടുള്ള സ്നേഹം പിന്നെ ഒരു കാന്തയായിട്ടുമുണ്ട്. ആ വിശുദ്ധമായ സ്നേഹത്തിനകത്ത് നീ എൻ്റെ ഹൃദയത്തെയാണ് അപഹരിച്ചിരിക്കുന്നത്. ഞാൻ നിൻ്റെ പുറമേയുള്ള സൗന്ദര്യത്തെ അല്ല കണ്ടത്, ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. അത് യു സ്റ്റോളൺ മൈ ഹാർട്ട് എന്നാണ് പറയുന്നത്, ഒരു നോട്ടം കൊണ്ട്. അപ്പം നമ്മളോട് പറയുന്നത്, ദൈവം പറയും, ഇത് ഉത്തമഗീതത്തിനകത്ത് ശലോമോൻ എഴുതിയിരിക്കുന്നത് പ്രാണപ്രിയനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. പ്രിയനും പ്രിയയുമായിട്ടുള്ള സംസാരം. ഇവിടെ നമ്മൾ ദൈവവും ദൈവത്തിൻ്റെ കാന്തയാകുന്ന സഭയുമായിട്ട്, അത് നമ്മൾ സഭയാണ്, നമ്മളാണ് സഭകൾ. അപ്പം സഭയ്ക്കകത്തെ അംഗങ്ങളാകുന്ന നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത്, നിന്നെ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. ആണ്, നീ അത്യന്തം സൗന്ദര്യമുള്ളവളാണ്, നീ എനിക്ക് വിലപ്പെട്ടതാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ടാണ് വീണ്ടും 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 തിരമാല പോലെ അങ്ങോട്ടോളം വരും ഇങ്ങോട്ടോളം. പക്ഷെ പിന്നെയും നമ്മളെ ഉറപ്പിച്ച് ദൈവം നിർത്തുന്നതാണ്. അത് കർത്താവ് പറയുന്നത്, കം ഔട്ട്, യു ആർ മൈൻ നൗ, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ മെൻ. നിൻ്റെ വെളിച്ചം പുറത്തോട്ട് വരട്ടെ. ഇതൊക്കെ പറയുമ്പോഴേ ദൈവം പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് പറയിൻ്റെ കീഴെ കയറ്റി വെക്കത്തില്ല, അത് തണ്ടിന്മേൽ വെക്കും, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം വരും. അതുപോലെ സിറ്റി ദാറ്റ് ഈസ് ലിറ്റ്, പുറമേ കാണത്തക്ക വിധത്തിലുള്ള ഉയർന്ന ഒരു പട്ടണമുണ്ടെങ്കിൽ അത് ദൂരെയുള്ളവർക്ക് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് രാത്രി ലൈറ്റ് ഇടുമ്പം മറ്റുള്ളവർക്കെല്ലാം അത് കാണാം. അതിനാണല്ലോ നമ്മൾ ലൈറ്റ് ഇടുന്നത്. വലിയ വീടുകളിലൊക്കെ ചുറ്റുപാടും ലൈറ്റ് ഇടും. എന്തിനാണ്? നമ്മൾ ഈ സൗദിയിലൊക്കെ അവിടുത്തെ ആശുപത്രിയിലൊക്കെ മേള് തൊട്ട് താഴെ വരെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും ഉണ്ടത്. എന്തിനാ? മറ്റുള്ളവർ കാണാൻ വേണ്ടി. ഇവിടെ ആത്മാവ് പറയുകയാണ്, കം ഔട്ട്, നീ ഇരുട്ടത്തിരിക്കണ്ട, പുറത്തോട്ട് ഇറങ്ങി വരിക, ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കേണ്ട നമ്മൾ കർത്താവിൻ്റെ ആഭരണം പോലെ, കർത്താവിൻ്റെ കഴുത്തേലിടുന്ന മാല പോലെ ദൈവം നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. ഇതൊക്കെ ഉത്തമഗീതം നോക്കുമ്പോൾ ഓരോ വേർഡിനും ഓരോ ലൈനിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. നമ്മളെന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരിടത്തൊരു പോവുകയാണ്, ഒരു വലിയൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രസംഗം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടി, അത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടും. അതായത് ആളുകളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മളെ കൈകൊട്ടി അഭിമാനിക്കും. പക്ഷെ നമ്മളെന്ത് ചെയ്യും? അത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചിന്ത എവിടെയെങ്കിലും ഒരു മലയുടെ പുറകിൽ പോയി ഒളിഞ്ഞിരിക്കണം. കാരണം ആ മഹത്വം,
ആ ദൈവത്തിൻ്റെ ആ തേജസ് അല്ലെ മറ്റുള്ളവരുടെ പ്രശംസ നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. ജഡത്തിനത് പാടാണ്, അത് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഓടി ഒളിക്കാൻ നോക്കും. അതുകൊണ്ട് മലകളെ എൻ്റെ മേലോട്ട് വന്ന് ഒളിപ്പിക്കുക എന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, നിനക്ക് അർഹമായ അനുഗ്രഹങ്ങൾ വരുമ്പോൾ നീ അത് വാങ്ങിച്ചെടുത്തിട്ട് അതിൽ സന്തോഷിക്കാൻ പഠിക്കണം. അപ്പം നമ്മളത് ചെയ്യുമ്പം നമ്മൾ യു ഫീൽ യു ആർ ബീങ് അൺവെയിൽഡ്, അതായത് മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമ്മളിലുള്ള ഈ ഗ്ലോറി അല്ല ദൈവത്തിൻ്റെ ഗ്ലോറി പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് തോന്നിക്കും നമ്മളെ ഇങ്ങനെ അൺവെയിൽ ചെയ്യുക, അതായത് ഒരു കേർട്ടൻ മാറ്റുന്ന പോലെ നമുക്ക് തോന്നിക്കും. ബിക്കോസ് വി ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ്, നമ്മൾ യൂസ്ഡ് അല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, കം സിറ്റ് വിത്ത് മീ, എൻ്റെ അടുക്കൽ വന്ന് ഇരിക്കുക, എൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് എൻ്റെ മഹത്വത്തിനകത്ത് ഇരിക്കാൻ പഠിക്കുക. അതുകൊണ്ടാണ് ദൈവം മാർത്ത മറിയയുടെ കാര്യത്തിൽ ദൈവം പറയുന്നുണ്ട്, മാർത്ത നീ പലതിനെ ചൊല്ലി നീ വേദനിക്കുകയാണ്. മറിയ ഒന്നേ ഉള്ളൂ നല്ലത് തിരഞ്ഞെടുത്തു. ആ നല്ലത് തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ദൈവത്തിൻ്റെ ഗ്ലോറിയിലിരിക്കാൻ മറിയ പഠിച്ചു, മാർത്ത പഠിച്ചില്ല. മാർത്ത ആവലാതിയാണ്, എല്ലാത്തെക്കുറിച്ചും ആവലാതിയാണ്. ഒരു 90% ഓഫ് ദ വിമൺ, സ്ത്രീകളിൽ ഒരു 90% ആവലാതിയും വെപ്രാളവും വിഭ്രതിയുള്ളവരാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ വയറിങ് ചെയ്തതിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കും, ചിലപ്പോൾ എന്തെയോ കുഴപ്പമുണ്ടായോ നമ്മളെ വയർ ചെയ്തപ്പോഴും. അതൊന്നുമല്ല, നമ്മുടെ ജഡസ്വഭാവത്തിൽ അങ്ങ് ജീവിച്ചു പഠിച്ചിട്ട് നമ്മൾ ആത്മാവിനെ അനുസരിക്കാത്തവരാകുമ്പം ദൈവം തന്നിരിക്കുന്ന നല്ല ഗുണങ്ങൾ നമ്മൾ നല്ല സ്വഭാവങ്ങൾ തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. ദൈവം നടത്ത നല്ല സ്വഭാവമല്ലേ അവ തിന്മയ്ക്കായിട്ട് ഉപയോഗിച്ചത്? പിശാചു എന്ന് പറഞ്ഞു, നീ ദൈവത്തെ പോലെ ആകണമെന്ന്. ദൈവത്തെ പോലെയല്ലേ സൃഷ്ടിച്ചത്? ആണ്. പക്ഷേ എന്ത് പറയാനാ, പരിശുദ്ധനായ ദൈവത്തെ വിപരീത പാപം ചെയ്തു, പറുദീസയിൽ നിന്ന് അവരെ പുറത്തടക്കപ്പെട്ടു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ദൈവം നിങ്ങളോടും എന്നോടും പറയും, നിങ്ങളുടെ ഹൃദയം നല്ലതാണ്. ഹി ഇൻവൈറ്റ്സ് യു നൗ ഔട്ട് ഓഫ് ദ ഷാഡോ ടു അൺവെയിൽ യുവർ ഗ്ലോറി. ദൈവം പറയുകയാണ്, ഇപ്പോൾ സമയമായി, നീ ഇനി ഒളിച്ചിരിക്കണ്ട. പ്രാണപ്രിയ, അതായത് ഈ കുറുപ്രാക്കൾ പറയുമല്ലോ, നീ എന്തിനാണ് ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നത്? ഇറങ്ങി വാ, പുറത്തു വാ, ഞാൻ നിന്നെ കാണട്ടെ. എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഗ്ലോറി അൺവെയിൽ ചെയ്യുക, അതായത് നമ്മുടെ മുഖത്ത് വെച്ചിരിക്കുന്ന മൂടുപടം മാറുമ്പോൾ ദൈവ തേജസ് പുറത്തോട്ട് വരണമെങ്കിൽ അമിതമായ ഉൾശക്തി നമുക്ക് വരണം, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാനൊക്കത്തില്ല, വീണുപോകും. അതുകൊണ്ടാണ് അടുത്ത പറയുന്നത്, കം ഔട്ട്, ഐ ക്യാൻ അൺവെയിൽ യുവർ ഗ്ലോറി. ആരുടെ ഗ്ലോറിയാണ്? ദൈവത്തിൻ്റെ ഗ്ലോറി. അത് അത്യന്തം വിനയമുള്ളവർക്ക് അത് ചെയ്തെടുക്കാനൊക്കെ. ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മളത് സ്വീകരിച്ചിട്ട് അതിൽ കൂടെ മഹത്വം ദൈവത്തിന് കൊടുക്കാനൊക്കുന്നതാണ് ജീവിതത്തിൽ. അപ്പം വാട്ട് ഈസ് ആക്ച്വലി ദ പർപ്പസ് ഓഫ് മാൻ എന്ന് പറയുന്നത്, നേരത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞതുപോലെ, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യൻ പൂർണ്ണമായിട്ടും മനുഷ്യനായിട്ട് ജീവിക്കുക. മനുഷ്യൻ പൂർണ്ണമായിട്ടും മനുഷ്യനായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. ദൈവമില്ലെങ്കിലോ മനുഷ്യൻ്റെ ഹൃദയം കപടമാണെന്ന് ജെറമയ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഹൃദയം ശുദ്ധമാക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ നമ്മൾ ജോസഫിൻ്റെ കഥ. ജോസഫിൻ്റെ കഥയിൽ ജോസഫിൻ്റെ അപ്പന് ജോസഫിനെ വലിയ ഇഷ്ടമായിരുന്നു. അവനൊരു നിലയങ്കി വസ്ത്രം, ഒരു പുതിയ വസ്ത്രം ധരിപ്പിച്ചു, സഹോദരന്മാരുടെ കൂടെ കൊണ്ടു നടന്നു. അവർക്ക് ജലസി ഉണ്ടായി. കാരണം ജോസഫ് സ്വപ്നം വിളിച്ചു പറയും, പിന്നെ ഞാൻ 12 കറ്റയുണ്ടായിരുന്നു, ഒരെണ്ണം 100 നിന്ന്, മറ്റേ 11 പേര് ഈ കറ്റയെ നമസ്കരിക്കുന്നുണ്ട്, സൂര്യചന്ദ്രന്മാരെന്നെ നമസ്കരിക്കുന്നു. ഇതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സഹോദരന്മാർക്ക് ദേഷ്യം വന്നു. എന്നാൽ ഇവർക്ക് പറയായിരുന്നു, ഈ ഒരു സഹോദരൻ അത്യന്തം കഴിവുള്ള ആൾ, ഇവൻ്റെ കൂടെ നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതവർ ചെയ്തില്ല. പക്ഷേ അവർ ഈ കഴിവുണ്ട്, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ തേജസ് പുറത്തോട്ട് വരാൻ സമയമായപ്പോൾ ജോസഫിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. അവർ പൊട്ടക്കണ്ടത്തിൽ എറിയുക തന്നെ ചെയ്തു. പിന്നെ ദൈവത്തിൻ്റെ ഇടപാടിൽ കൊണ്ട് അവർ മരിച്ചില്ല എന്ന് മാത്രം. അങ്ങനെ തന്നെയല്ലേ ഈ ലോകവും, നമ്മൾ ജീവിക്കുന്ന ലോകം അത് തന്നെയല്ലേ. ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് കാണിക്കാൻ നോക്ക്, മനുഷ്യനെ പിച്ചിക്കീറും.
പക്ഷെ കർത്താവ് പറയുകയാണ്, സ്റ്റേ വിത്ത് മീ, അബൈഡ് വിത്ത് മീ, എന്നിൽ നീ വർക്ക്, എന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ മഹത്വം നിന്നിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകരും. എന്തിനാണ് ഞാൻ നിന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? നിന്നിൽ കൂടെ ദൈവമഹത്വം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ട് അനേകരെ ഈ വെളിച്ചത്തിലേക്ക്, ഈ പ്രകാശത്തിലേക്ക്, ഈ നിത്യജീവങ്കിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ. എന്നാൽ നമ്മുടെ ഗ്ലോറിക്കല്ല ഇത്. വി ആർ ക്രിയേറ്റഡ് ടു ബ്രിങ് ഗ്ലോറി ടു ദ ലിവിങ് ഗോഡ്. അതാണ് നമ്മുടെ ഫുള്ളി മാനായിട്ട് ജീവിക്കണം. പുരുഷത്വം എന്ന് പറയും. പൗലോസ് പലപ്പോഴും പറയുന്നുണ്ട്, സ്ത്രീകൾ പുരുഷത്വം കാണിക്കുവീനെന്ന്. പുരുഷന്മാരോട് പുരുഷത്വം അതൊന്നും ഇപ്പോൾ ഇല്ലേ. ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ മാറിപ്പോകുന്നു, മൊറാലിറ്റി ഇല്ലാതാകുന്നു, സത്യമെന്തെന്ന് അറിയാൻ വയ്യാത്തൊരു ലോകമായി മാറുന്നു. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ അറിയേണ്ട ഒരു കടമ നമുക്കുണ്ട്. സമയമെടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുക. ലെറ്റ് ഹിസ് ഗ്ലോറി പാസ് ത്രൂ, കം ത്രൂ ഫ്രം ഇൻസൈഡ് ഔട്ട്സൈഡ് എവ്രിവെയർ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ മാറ്റിയവരാണ്. നിൻ്റെ കിരീടത്തിൻ്റെ മേൽ വെച്ചിരിക്കുന്ന വജ്രങ്ങളാണെന്ന്, രത്നങ്ങളാണെന്ന് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എത്ര പേര് വിശ്വസിക്കുന്നു? ഇൻക്ലൂഡിങ് മീ. ഞാനും വിശ്വസിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നല്ലതെന്നത് ചിലപ്പോഴൊക്കെ നേരെ വിപരീതമായിട്ട് ചിന്തിക്കും. എന്നാൽ സ്വർഗത്തിൻ്റെ അപ്പച്ചൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ വിലപ്പെട്ടവരാണ്. നിൻ്റെ പ്രാണപ്രിയനെന്ന് ഞങ്ങളെ, പ്രാണപ്രിയ എന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ, നിൻ്റെ അരുമ സന്താനങ്ങളെന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളെന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ, മറ്റു പേരുകൾ പിശാചു വിളിക്കുന്നത് പറഞ്ഞ് ഞങ്ങളെ അവഹേളിക്കാൻ നോക്കുന്ന ശക്തികളെ സ്വർഗത്തിലെ തീയർക്കി കരിച്ചു കളഞ്ഞ് ഞങ്ങൾക്ക് ചുറ്റും ഫയർ വോൾ അറൗണ്ട് us, കർത്താവിൻ്റെ തീമതിൽ ഞങ്ങൾക്ക് ചുറ്റും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, ഭർത്താക്കന്മാർക്കും കുടുംബങ്ങൾക്ക് ചുറ്റും, പ്രവൃത്തി മണ്ഡലങ്ങൾക്ക് ചുറ്റും കെട്ടിത്തരണം. അകത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി, അകത്തെ ദൈവത്തിൻ്റെ മഹത്വം, ആ മഹത്വം കാണാൻ തക്കവണ്ണം ലെറ്റ് us ബി ട്രാൻസ്പെറൻറ്റ് ബിഫോർ യു. അത് ഞങ്ങളെ കണ്ണാടിയിൽ കാണുന്നത് പോലെ, കർത്താവെ മുഖാമുഖം കാണുന്ന പോലെ നിൻ്റെ തേജസ്സിനെ കാണിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടത്തിലും പ്രയാസത്തിലും ഞങ്ങളുടെ ജഡത്തിനെ ഉരിച്ചു കളഞ്ഞ് നക്ഷത്രങ്ങളെപ്പോലെ, വജ്രങ്ങളെപ്പോലെ, രത്നം പോലെ കിരീടത്തിന്മേൽ വെക്കുന്ന ശോഭയുള്ള വജ്രങ്ങളാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. അവിടെ ഞങ്ങളെ അങ്ങനെ ആക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.